പിന്നെ ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഇത് 2-3 തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മളിതിൽ വരുന്ന ഇലക്ട്രിക്കലിൽ വരുന്നത് ഒന്ന് ഡ്രൈ പൗഡറും വരുന്നുണ്ട്, ഒന്ന് CO2 വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ പൗഡറും CO2 ഉപയോഗിക്കുമ്പോൾ ഡ്രൈ പൗഡർ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. CO2 ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി കെയർഫുള്ളാണ്. CO2 പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഫ്രീസാവും. ഈ പൈപ്പുകൾ കാണാൻ തണുത്ത ഐസ് പോലെ പെട്ടെന്ന് തണുപ്പ് പൈപ്പിൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ പൈപ്പിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയിളക്കം ഫ്രീസാവും. ആ രീതിയിലാവും. പിന്നെ ഒട്ടി പിടിച്ച കൈയിളക്കം തൊലിയെടുക്കാൻ പോകും. അതുകൊണ്ട് CO2 ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം നോർമലായി വരും. എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കുക വെച്ചാൽ ഈ പിന്ന് ടാഗ് പൊട്ടിച്ചിട്ട് പിന്നെ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ തീയിച്ചെങ്കിൽ അങ്ങോട്ട് എയിം ചെയ്ത് പിടിച്ചിട്ട് ഇത് പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് ഇതിൽ പൗഡർ ഫ്ലോ ചെയ്തോളും. അപ്പോൾ ഞാൻ ഇത് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പറയാൻ കാരണം നമ്മളെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫയർ എക്സ്റ്റിങ്ക്വിഷർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.